ഈ ബോഡി കഴിവ് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇവർ ഒരു ടീമാണ്, അറിയാമല്ലോ. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അവർ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും വല്ലപ്പോഴൊക്കെ കലയിച്ചും നോക്കുന്ന ഒരു നല്ല ടീമായിരുന്നു അവർ. തുടക്കത ഞങ്ങൾ എഴുത്തു വിട്ടപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഭൂരിപക്ഷം വോട്ടെല്ലാം കൂടെ ജയിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴേക്ക് ഏതോ ഒരു ചെറിയ കാഴ്ചത്തിൽ അൻസിബ ഏതോ ഒരു സംഭാവന മേടിക്കുന്ന കാര്യത്തിൽ ഏതോ പരാമർശിച്ചു. കുട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടവും ബഹുമാനമുള്ള കുട്ടിയാണ്. കാര്യം ആ കുട്ടി നല്ല ജോലി എടുക്കുന്നത്, നമ്മുടെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അത് വളരെ ഭംഗിയായിട്ട് വിജയിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതനുസരിച്ച് അവള് വിഹാദിയ. അപ്പൊ ഇതിനകത്ത് ചില ആളുകളുണ്ട്, അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അത് പിന്നെ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ വില്ലന്മാരാകുന്നത് അപൂർവമാണ്. പക്ഷെ ഇവരെന്തുകൊണ്ടോ അവർക്ക് ആ വില്ലത്തരം സിനിമയിൽ അല്ലെങ്കിൽ ആ സോഷ്യലിൽ കാണിക്കണമെന്ന് അവർക്ക് തോന്നി. അത് ഞാൻ പറയുന്നത് വികലമായ ചിന്തയാണ്. നമുക്ക് ക്ഷമിക്കാൻ സഹിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ ക്ഷമിച്ച് സഹിക്കാൻ കഴിയുന്ന നമ്മുടെ ഏതായാലും ബാൻഡേറ്റ് കൊടുത്ത് ജയിപ്പിച്ചതല്ലേ. അപ്പോൾ ജയിപ്പിച്ചപ്പോഴും അവർ ഭരിക്കട്ടെ. ഭരിക്കുന്നതിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി, അതിന് പരിഹാരം കാണട്ടെ. ഉടനെ അതിനെ അടിച്ചിറക്കുക, താഴ്ത്തി ഇറക്കാനുള്ള ദുഷിച്ച് നാറിയ ചിന്തയുമായിട്ട് വരുന്ന കുറച്ച് നല്ലതുണ്ട്. അതാരാന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് എല്ലാവർക്കും ജനസമൂഹത്തിൽ എല്ലാവർക്കും. സർ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സമൂഹത്തോട് വളരെയധികം കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ് എനിക്ക് കേട്ടിട്ടുണ്ട് സാർ പറഞ്ഞ്. നമുക്കും സാറിന്റെ ഒത്തിരി സിനിമകളിലൂടെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ പല ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ് വളരെ അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? സാറിന്റെ അഭിപ്രായത്തിൽ ശരിക്കും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് സിനിമ ഫീൽഡിൽ സൊസൈറ്റിക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകുന്നുണ്ടോ? ഒരാളെ കലാകാരനാക്കുന്നത് ഒരുപക്ഷെ അവരുടെ കുടുംബമായിരിക്കാം, അവരുടെ കഴിവായിരിക്കാം. പക്ഷെ അവർ കലാകാരന്മാരെ സമൂഹത്തിൽ അറിയപ്പെടുന്നത് ജനങ്ങളാണ്, പൊതുസമൂഹമാണ്. ഒരു സിനിമാക്കാരനായിട്ട് എല്ലാവരും അറിയുന്നത് ജനമാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെ കലാകാരനായി അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന പൊതുജനങ്ങളോട് എപ്പോഴും ഒരു കലാകാരന് പ്രതിബദ്ധത ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മളെ കലാകാരന്മാർക്ക് പലർക്കും അതില്ല. പണത്തിന് വേണ്ടി, അവസരങ്ങൾക്ക് വേണ്ടി ഈ കലയെ ഒരു തരത്തിൽ പറഞ്ഞാൽ മോശമായി കൊണ്ടുപോകുന്നു എന്നൊരു ദുഃഖവും ഇതിലൂടെ ഉണ്ട്. എല്ലാ കലാകാരന്മാരും, വലിയ നടന്മാരായാലും എഴുത്തുകാരായാലും എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന്. അതിലോ ചില സാഹിത്യകാരന്മാർ പൊതു പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പ്രതികരിക്കുന്നത്, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള കലാകാരന്മാരും എഴുത്തുകാരും സാഹിത്യകാരന്മാരെല്ലാം അങ്ങനെ പ്രതികരിക്കണം. അത് സിനിമാ നടനായാലും നാടകനായാലും എല്ലാവരും അങ്ങനെ പ്രതികരിക്കണം. അത് ചെയ്യാത്തവരെ കുറിച്ച് നമുക്ക് പരിതപിക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു ഇഷ്യൂ നടക്കുമ്പോ അതിനെപ്പറ്റി എല്ലാ വിഷയങ്ങളെ പറ്റിയും പ്രതികരിക്കണം എന്നാണോ സാർ പറയുന്നത്? അത് ഇഷ്യൂ എന്താണെന്ന് ആലോചിച്ചതിന് ശേഷമുള്ളൂ. ചില ഇഷ്യൂവിൽ നമ്മൾ പ്രതികരിച്ചാൽ ഫലം കിട്ടത്തില്ല, ചില ഇഷ്യൂവിൽ അതിന് പ്രതികരിച്ചാൽ ഗുണം കിട്ടും. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശം കൊണ്ട് വരുന്നത് എന്താണെന്ന് പിടിയിട്ടില്ല. പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. മന്ത്രിസഭാ പ്രശ്നം, മുഖ്യമന്ത്രി ഉണ്ടാകുന്ന പ്രശ്നം, ഇതെല്ലാം ഓരോ അനുദിനങ്ങളും ഓരോ പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനകത്തെല്ലാം കലാകാരന്മാർ പ്രതികരിക്കാൻ പറ്റത്തില്ല. കലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കലാകാരന്മാർ തീർച്ചയായിട്ടും പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറെ അസോസിയേഷൻസ് ഉണ്ട്. ഇപ്പൊ ഫിലിം മേഖല ഏത് കലാരംഗം എടുത്താലും അവർക്ക് അവരുടേതായ അസോസിയേഷൻ ഉണ്ട്. എൻ്റെ അറിവിൽ നമ്മൾ അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ കൊണ്ട് ഒത്തിരി ആർട്ടിസ്റ്റുകൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. അവിടുന്ന് കുറെ സൗജന്യ ചികിത്സ ക്യാമ്പുകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ എൻ്റെ അറിവിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു പെൻഷൻ തുകയും അസോസിയേഷന്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറിനൊരു അസുഖം വന്ന് അതിൽ നിന്ന് റിക്കവർ ആയി കഴിഞ്ഞ് സിനിമ ചാൻസുകളെല്ലാം കുറഞ്ഞതിന് ശേഷം ഈ പെൻഷൻ തുക കൊണ്ടാണ് സാറിന് അതൊരു വലിയ ഹെൽപ്പായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കറന്റ്ലി ഇങ്ങനെ ഒരു ഇഷ്യൂ അമ്മയിൽ നടക്കുമ്പോൾ അത് നിങ്ങളെയൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? എന്ത് ഇഷ്യൂ? കുട്ടി എന്താ മനസ്സിലാക്കിയത്? എന്താണ് അവിടുത്തെ അംഗങ്ങൾ തമ്മിൽ ഉള്ള അല്ലെങ്കിൽ ഭാരവാഹികൾ തമ്മിലുള്ള ഇഷ്യൂ? അത് കറക്റ്റാ, അതാണ്ടല്ലോ ചെയ്യണം. ഭാരവാഹികൾ തമ്മിൽ, അംഗങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല. ഈടുറ്റ ഒരു സംഘടനയാണ് അമ്മയെന്ന് പറയുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലെ മുതിർന്ന ആളുകൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഈ കലാകാരന്മാർക്ക് പ്രായമാകുമ്പോഴും വയസ്സാകുമ്പോഴും അവരുടെ സ്രോതസ് വറ്റി വരളുമ്പോഴും അവർക്ക് വേണ്ട ഒരു തണലായിട്ട് നിൽക്കണം. അങ്ങനെ ഒരു സംഘടന. അവർ സാമ്പത്തികമായിട്ട് സഹായിക്കണം, അവർക്ക് കൈനീട്ടം കൊടുക്കണം, അവർക്ക് മരുന്ന് വേണം, പക്ഷേ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക. അതുപോലെ അതൊപ്പം തന്നെ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വളരെ മഹത്തായ ഒരു ലക്ഷ്യബോധത്തോടെയും ആശയവുമായിട്ടാണ് ഈ അമ്മ എന്നുള്ള സംഘടന ഉണ്ടായത്.
തുടക്കകാലം മുതൽ നമുക്കറിയാം എം ജി സോമനും മമ്മൂട്ടിയും മോഹൻലാലും മധുസാറും എന്ന് വേണ്ട പ്രഗത്ഭരായ എല്ലാവരും നയിച്ച ഒരു സ്ഥാപനമാണ്. അതിനൊരു വലിയൊരു യശസ്സിൽ കൊണ്ടെത്തിച്ചിരിക്കുക. അതെ. അതിനൊരു കോട്ടോപോസ് ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ അടുത്ത കാലത്ത് ചെറിയ ചെറിയ അവസരങ്ങൾ, അസ്വാരസ്യങ്ങൾ അതിനകത്ത് ഉണ്ടായി എന്നുള്ള കാര്യം ഞങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അതേക്കുറിച്ചാണ് കുട്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് വിശദമായിട്ടൊന്നും പറയാനില്ല. കാര്യം എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണത്. കാര്യം സ്ത്രീകളാണ് ഭരിക്കുന്നത്. സ്ത്രീകൾ ഭരിക്കുമ്പോൾ സ്ത്രീകളുടേതായ ചില ദൗർബല്യങ്ങളുണ്ട്, ചില കുഴപ്പങ്ങളുണ്ട്, ചില വീഴ്ചകളുണ്ട്. ഒരു ചൊല്ലില്ലുണ്ടോ, 2 തലകൾ ചേർന്നാലും 4 മലകൾ ചേരില്ല എന്ന്. അങ്ങനല്ല എങ്കിലും അത് ഊഹിച്ചെടുക്കാം. അതുപോലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഈഗോയാണ് ഏറ്റവും ദൃശ്യം. പുരുഷന്മാർ തമ്മിൽ അങ്ങനെയുള്ളതായിട്ട് എനിക്കിതുവരെ അറിയില്ല. ഇപ്പം മമ്മൂട്ടി മോഹൻലാലുമാണ് ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഹീറോസ്. മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. അവരോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് നമ്മുടെ ദിലീപും ഒക്കെ. പക്ഷെ അവർക്ക് തമ്മിൽ അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽസ് ഈഗോയിസ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അനുഭവപ്പെട്ടില്ല. ഒരു പടം വിജയിക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ പരാജയപ്പെടണമെന്ന് അവരാരും ആഗ്രഹിക്കാറില്ല. നാടകരംഗത്തും ഇതുണ്ട്. നേരെ മറിച്ച് ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം എതിരാളിയെ നമുക്ക് ഒതുക്കണം, മറ്റവനെ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഇതിനകത്ത് അതില്ല. പക്ഷെ ഇവിടെ ഈ സ്ത്രീകളുടെ ഭരണം എല്ലാവരും ബഹുഭൂരിപക്ഷത്തോടെ വളരെ പ്രതീക്ഷയോടാണ് നമ്മളെ ഏൽപ്പിച്ചത്. അവർ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യാത്ത ഒരുങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും പണ്ടിരുന്ന പ്രഗത്ഭന്മാരായിരുന്ന നടീനടന്മാർ, ഭാരവാഹികളായിരുന്ന കാലത്ത് ചെയ്ത എല്ലാവരും ചെയ്തിട്ടുണ്ട്. കൈനീട്ടം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, മരുന്നുകളുടെ റീഎംബേഴ്സ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓണാഘോഷങ്ങൾ പോലുള്ള ആഘോഷങ്ങൾ ഇപ്പൊ തന്നെ ഈ ഓണം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഗംഭീരമായ ഓണക്കിറ്റാണ്. സാരിയും മുണ്ടും അതുപോലുള്ള ഗംഭീരമായ ഓണക്കിറ്റുകൾ വന്നിരിക്കുക. അതിലെല്ലാം അവർ വിജയിച്ചിരിക്കുക. അതിനൊന്നും ഒരു കുറവ് അവർ വരുത്തിയിട്ടില്ല. പക്ഷേ അവിടെ ഒരു പക്ഷേയുണ്ട്. അത് അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അഭിപ്രായത്തിൽ മുതിർന്ന ഞാൻ അതിനകത്ത് ചെറിയ ഒരു കുഞ്ഞെന്നേ ഉള്ളൂ. വലിയ ആൾക്കാർ വരും നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അവർ ചെയ്യുന്നത് നോക്കിയിരിക്കാം, അല്ലെ ക്ഷമിക്കാം. നമ്മുടെ ഏതായാലും മാൻഡേറ്റ് കൊടുത്ത് ജയിപ്പിച്ചതല്ലേ. അപ്പോൾ ജയിപ്പിച്ചപ്പോഴും അവർ ഭരിക്കട്ടെ. ഭരിക്കുന്നതിനിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി, അതിന് പരിഹാരം കാണട്ടെ. ഉടനെ അതിനെ അടിച്ചിറക്കുക, താഴ്ത്തി ഇറക്കുക എന്നുള്ള ദുഷിച്ച് നാറിയ ചിന്തയുമായിട്ട് വരുന്ന കുറച്ച് ആളുകളുണ്ട്. അതാരാന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് എല്ലാവർക്കും, ജനസമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. അവരുടെ വികലമായ ചിന്ത കൊണ്ട്, വികൃതമായ ചിന്ത കൊണ്ട്, വിരൂപമായ ചിന്ത കൊണ്ട് ഇതിനെ എങ്ങനെങ്കിലും ഇവരെ ഇറക്കണം, ഞങ്ങൾ ഭരിക്കണ്ട, ഞങ്ങൾ ഭരിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത, ഒരു ദുഷ്ചിന്ത അതിനകത്ത് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാം സംഭവിച്ചത്. ഇപ്പൊ ഈ അടുത്ത് ഓണക്കിറ്റ് കൊടുത്തതിനെ കുറിച്ചും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഭാരവാഹിത്വത്തിലുള്ള ആൾക്കാർ പലരും രാജിവെച്ചു എന്ന് വാക്കാൽ പറഞ്ഞു. അവരെന്തിനാണ് ഓണക്കിറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അതിനെ ചൊല്ലിയും ഇപ്പൊ ഈ അടുത്തൊരു തർക്കം. ഭാരവാഹിത്വത്തിൽ നിന്നല്ല ഒഴിഞ്ഞുള്ളൂ, അമ്മയിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അമ്മയിൽ നിന്ന് അങ്ങക്കല്ല, ഭാരവാഹികളുള്ളത്. അത് തെറ്റായ ഒരു ചിന്തയാണ്. അങ്ങനെ ആരോപണം തെറ്റാതൊക്കെ. അത് അമ്മയിൽ നിന്ന് അവരാരും രാജിവെച്ചിട്ടില്ല. അപ്പോൾ ഭാരവാഹിത്വം രാജിവെച്ച് അവർ അമ്മയിലെ മെമ്പറല്ലാതാവുമോ? അവർക്ക് കൊടുക്കുന്നത് അവർ വേണ്ടാക്കി മേടിക്കണ്ട. അത് മേടിച്ച് പാവപ്പെട്ട 10 പേർക്ക് കൊടുക്കാം. ഞാൻ എൻ്റെ അരി മേടിച്ചിട്ടുണ്ട്, എനിക്കിപ്പോൾ 5 കിലോ അരി അമ്മയുടെ അരി വേണമെന്നില്ല. പക്ഷെ ഞാൻ ആ അരിയും അതുപോലെ പല സാധനങ്ങളും വെറും സാധുക്കളായ ആൾക്കാർക്ക് ഞാൻ അന്ന് തന്നെ കൊടുത്തു. അത് എൻ്റെ കൾച്ചർ. അതിപ്പോൾ എല്ലാവർക്കും ഈ വർക്കൊന്നുമില്ല. ഇതിനകത്ത് സാധുക്കൾ ആരുമില്ല, എല്ലാവരും ഉണ്ട്. ഇതിനകത്ത് മമ്മൂട്ടിയും മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവർക്കും ഇതിന് അർഹതയുള്ള. പക്ഷെ അവർ മേടിക്കത്തില്ല. ഒരു എനിക്ക് അയക്കണം. അവരെന്ത് ചെയ്യും? പാവങ്ങൾക്ക് കൊടുക്കും, സാധുക്കൾക്ക് കൊടുക്കും. അങ്ങനൊരു ഒബ്ജക്ഷൻ ഉണ്ട്. അതൊക്കെ ഈ തറ സംസ്കാരം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഇത്രയും സീനിയർ സാറിനെ പോലെയുള്ള ഇത്രയും സീനിയർ ആക്ടേഴ്സും ആർട്ടിസ്റ്റുകളും ആ സംഘടനയിൽ ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം സ്ത്രീകൾ വരട്ടെ എന്നുള്ളൊരു, അത് നിങ്ങളുടെ തന്നെ തീരുമാനമായിരുന്നു? എന്തുകൊണ്ടാണ്? ഇയാളൊരു സ്ത്രീയല്ലേ. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന, സ്ത്രീ ശക്തികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്ത്രീ തന്നെ. പൊന്നുമോളെ ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുക? എന്താ സ്ത്രീകൾക്ക് മോശം? സ്ത്രീകൾ മോശമെന്നല്ല, ഇപ്രാവശ്യം അത് അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, സ്ത്രീകളെ പല ആളുകളും അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്ത വന്നപ്പോഴും അവിടെ വേറൊരു യൂണിറ്റ് പോലെ ഉണ്ടായി. അവരിതിനെ എതിർത്തു. പുരുഷ ഭേദാഭിത്വമാണ്, പുരുഷന്മാർക്കുള്ള സ്ഥാനം, മറ്റവർക്കുള്ള ചാൻസ് വേണമെങ്കിൽ പലരും നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ള ആരോപണങ്ങൾ വന്നപ്പം എല്ലാവരും തീരുമാനമെടുത്ത് അവർ ഭരിക്കട്ടെ. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹേമ കമ്മീഷന് അവസാനം വന്ന എന്താണെന്ന് അറിയാം. എവിടെ നിങ്ങൾക്ക് ഈ കുട്ടിയെ ആലോചിക്കുന്നുണ്ടാവും, എവിടെ തെറ്റുകാരാരാ? ഏത് നടനാണ് തെറ്റുകാരൻ? ഒരു വനിത ഒരു പുരുഷത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവൻ്റെ മുറി കയറി ചെന്നാൽ എന്ത് സംഭവിക്കാം? അവൻ വിളിച്ചു കയറ്റിയല്ല, അവൻ്റെ വീട്ടിൽ ചെന്ന്, അവളുടെ വീട്ടിൽ ചെന്നല്ല, അവളുടെ ഹോട്ടൽ മുറി ചെന്ന് തട്ടിയതല്ല. അപ്പം അതൊക്കെ തെറ്റായിട്ട് കിടന്ന്
ആ ചിന്തയാണ് തെറ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അമ്മയിൽ നടക്കുമ്പോൾ നമ്മുടെ അറിവിൽ ഇതെല്ലാം തുടങ്ങിയത് ഒരു പെർട്ടിക്കുലർ വാക്കിൽ നിന്നാണ്. അതായത് ഇത് ആദ്യം തുടങ്ങിയത് ടിനി ടോം അൻസിബ എന്നുള്ള രീതിയിൽ ഒരു അടിയായിട്ടാണ് തുടങ്ങിയെങ്കിലും പിന്നെ അതിലേക്ക് പല ആളുകൾ ലക്ഷ്മിപ്രിയ ചേച്ചി, ശ്വേത ചേച്ചി, അങ്ങനെ കുറേ പേരുടെ പേരുകൾ വന്നു. അവർ തമ്മിൽ പ്രശ്നങ്ങളായി. ഇതെല്ലാം തുടങ്ങിയത് ഒരു വാക്കിൽ നിന്നാണ്. ജിഹാദി എന്ന് പറയുന്ന ഒരു വാക്ക് ടിനി ചേട്ടൻ അൻസിബയെ വിളിച്ചു എന്നാണ് പരാമർശിക്കുന്നത്. അതിന് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് ചേട്ടൻ, കാരണം അത് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വാക്ക് അല്ല, ഈ ചേട്ടൻ ഈ ചേച്ചി എന്ത് വിളിച്ചെന്നാ കുട്ടി കണ്ടത്? ഞാൻ കേട്ടില്ല. അല്ല, അങ്ങനെ പറഞ്ഞു കേട്ടത് എന്താണ് ജിഹാദി എന്ന് വിളിച്ചു. ജിഹാദി. കുട്ടി ഒരു മുസ്ലിം അല്ലേ? അതെ. എന്താണ് ജിഹാദി? ആരാണ് ജിഹാദി? എക്സ്ട്രീം മുസ്ലിം ഇതില് ഉള്ള, അതായത് വയലന്റ് ആയിട്ട് മുസ്ലിം നേച്ചർ കാണിക്കുന്നവരാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതാണ് തെറ്റ്. മുസ്ലിമിന് പോലും, യഥാർത്ഥ മുസ്ലിമിന്, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ബഹുഭൂരിപക്ഷം മുസ്ലിമിന് പോലും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ പഠിച്ചത്, ഞാൻ ഖുറാൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ട് ഒരാളാണ്. ഞാൻ മഹത്തുക്കളോട്, മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ജിഹാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീരുമാനം, അത് നല്ല ഏത് തീരുമാനമായിക്കോട്ടെ, ഏതൊരു ആശയമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമായിക്കോട്ടെ, അതിനുവേണ്ടി തീവ്രമായി പണിയെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ജിഹാദി. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും എഴുതില്ലേ, അവരാ ലക്ഷ്യത്തെത്തില്ലേ? അവരും ജിഹാദികളാ അല്ലെന്ന് പറയാൻ പറ്റുമോ? അവരുടെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ജയിപ്പിക്കുന്നതിന് വേണ്ടി തീവ്രമായി പരിശ്രമം ചെയ്ത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നവരാണ് അതിന് ജിഹാദിയാണ്. മനസ്സിലാകുന്നു? അതല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മതാധ്യക്ഷന്മാർ തിരുത്തട്ടെ. അങ്ങനെ ജിഹാദി എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, തീവ്രവാദികളെയും അല്ല. അതാദ്യം തിരുത്തണം. പിന്നെ ഇവിടെ ഈ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇവർ ഒരു ടീമാണ്, അറിയാമല്ലോ. ഒരു എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. അവർ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും വല്ലപ്പോഴൊക്കെ അലയിച്ചും നോക്കുന്ന ഒരു നല്ല ടീമായിരുന്നു അവർ. തുടക്കത്തിൽ ഞങ്ങൾ എഴുത്തു വിട്ടപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഭൂരിപക്ഷം വോട്ടെല്ലാം കൂടെ ജയിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴേക്ക് ഏതോ ഒരു ചെറിയ കാഴ്ചത്തിൽ അൻസിബ ഏതോ ഒരു സംഭാവന മേടിക്കുന്ന കാര്യത്തിൽ ഏതോ ഒന്നും പരാമർശിച്ചു. അത് അൻസിബയുടെ ഒരു തെറ്റായ, ആ കുട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടവും ബഹുമാനമുള്ള ഒരു കുട്ടിയാണ്. കാര്യം ആ കുട്ടി നല്ല ജോലി എടുക്കുന്നത്, നമ്മുടെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അത് വളരെ ഭംഗിയായിട്ട് വിജയിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതനുസരിച്ച് അവള് ജിഹാദിയ. അവളെ ഏൽപ്പിച്ച ജോലി ഇൻഷുറൻസ് എല്ലാവരും കൊടുക്കുക, അങ്ങനെയുള്ള ജോലികളാണ്. അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച് കൃത്യാകൃത്യം ഓരോ സിനിമാ നടീനടന്മാരുടെ ആവശ്യമുള്ളിടത്തെല്ലാം മരുന്ന് എത്തിക്കുന്ന ഒരു വൻപിച്ച ഭാരം ആ കുട്ടിയെ ഏൽപ്പിച്ച് അത് മനോഹരമായിട്ട് ആ കുട്ടി ജയിപ്പിച്ചു. അപ്പോൾ ഒരു പ്രശ്നം, അവളെ ഏൽപ്പിച്ച ജോലി, അവളെ ഏൽപ്പിച്ച ഒരു സാഹസം, അവളത് കൃത്യമായിട്ട് പ്രവർത്തിച്ച് ജയിപ്പിച്ചു, അതിനെ നടപ്പിലാക്കി. അപ്പോൾ അൻസിബ ജിഹാദിയ. അതിനെന്താ തെറ്റ്? ടിനി ടോം ഉദ്ദേശിച്ചത് ഈ അർത്ഥത്തിൽ ആണോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ടിനി ടോം ഒരുപക്ഷെ ഈ അർത്ഥത്തിലായിരിക്കും പറഞ്ഞത്. അതെനിക്കറിയില്ല, എനിക്ക് അയാൾ ഉദ്ദേശിച്ചത് എന്താ. പക്ഷെ ഈ ഒരു അർത്ഥത്തിൽ അല്ല. തീവ്രവാദി എന്നാണ്. എന്താ തീവ്രവാദം? അൻസിബ തീവ്രവാദമല്ലോ ചെയ്തു. അൻസിബ തീവ്രവാദം ചെയ്തിട്ടില്ല. അങ്ങനെ തമാശക്കാർ കുട്ടികൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ഇപ്പം നിങ്ങളുടെ ഭർത്താവും ഭാര്യയൊക്കെ സംസാരിക്കുന്നത്, നീ ബോഡി കഴുതയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴുതയാന്നോ? നീ ബോഡി ജിഹാദി എന്ന് പറഞ്ഞാൽ അത് എന്തിനാ അതിനെ ഈ അസ്വാരസ്യത്തോടുകൂടി അസഹിഷ്ണുതയോട് നേരിടുന്നതിന്? അതിന് തമാശയായിട്ട് എടുത്താൽ പോരായിരുന്നു. കൂട്ടുകാരൊക്കെ ആകുമ്പോൾ അങ്ങനെ നമ്മൾ പലതും പറയും, ചീത്ത വിളിക്കും. എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഞാൻ 10-50 വയസ്സുള്ള നമ്മളിപ്പോൾ തെറി വിളിക്കും, സ്നേഹം കൊണ്ട് തെറി വിളിക്കും. ഞാൻ വലിയ ആളാണ്, നീ ഇപ്പോഴും എന്നെ പറയാൻ പറ്റത്തില്ല. അത് സൗഹൃദത്തിന്റെ ഒരു ഭാഗമായിട്ട് ടിനി ടോം അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. ടിനി ടോം അങ്ങനെ വിളിച്ചതായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ വേറെ ആരോ ഒരു നടി അടി കൊടുക്കണ്ട അതിനാ. അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അതുകൊണ്ടൊന്ന് കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവം ഒരു വൃത്തികെട്ട സ്ഥിതിയാണ്. അതാരും ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ കൂട്ടിക്കൊടുക്കാൻ പാടില്ല. പണ്ട് കൈകേയിക്ക് മറ്റേ ആരാണ് കൂട്ടിക്കൊടുത്തല്ലോ, ഏതാ മന്ദര കൊടുത്തല്ലോ. രാമായണത്തില് രാമന് അധികാരം കൊടുത്തപ്പോൾ അത് കൊടുക്കില്ല എന്നും പറഞ്ഞ പാവപ്പെട്ട കൈകേയി അമ്മയെ സ്ക്രൂ ചെയ്ത് വിഷം കയറ്റി കൊടുത്ത് ഇപ്പൊ ഇവിടെ മന്ദരയായത് വേറൊരു നടിയാ. ഏതാണ് സംഭവിച്ചതാ? പിന്നെ അതിനെ പാർട്ട് ചെയ്യാനായിട്ട് പിന്നെ അതൊന്ന് അവസാനം അതൊരു ചേരുതെരുവിലേക്ക് വന്നു. ഒരു മതത്തിലുള്ള ആളുകളെല്ലാം കൂടെ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്ത് എന്തൊക്കെയാണ് വിപ്ലവം നടക്കാൻ ശ്രമിച്ചത്. പക്ഷെ നടക്കത്തില്ല. അമ്മ എങ്ങനെ പരാജയപ്പെടുത്താനെന്ന് ഇവരൊന്നും വിചാരിച്ചാൽ നടക്കത്തില്ല. അമ്മയെ പരാജയപ്പെടുത്തോളം പൊട്ടിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ പുറത്തുമുണ്ട്. നടക്കത്തില്ല. കാര്യം അത് മഹത്തായ ഒരു ആശയമായിട്ടുണ്ട്. ഞാനും പെൻഷൻ മേടിക്കുന്ന ആളാണ്, എനിക്ക് മരുന്ന് കിട്ടുന്ന ഒരാളാണ്. എനിക്കത് കളയാൻ പറ്റുമോ?
ഞങ്ങളൊക്കെ വേറെ അതിനുവേണ്ടി മരിക്കും ഞങ്ങളൊക്കെ ഓരോ അംഗങ്ങളും, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനകത്ത് ചില ആളുകളുണ്ട് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അത് പിന്നെ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ വില്ലന്മാരാകുന്ന അപൂർവമാണ്. പക്ഷെ ഇവരെന്തുകൊണ്ടോ അവർക്ക് ആ വില്ലത്തരം സിനിമയിൽ അല്ലെങ്കിൽ ആ സോഷ്യലിൽ കാണിക്കണമെന്ന് അവർക്ക് തോന്നി. അത് അവരുടെ, അത് ഞാൻ പറയുന്ന വികലമായ ചിന്തയാണ്. നമുക്ക് ക്ഷമിക്കാൻ സഹിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് കഴിയുന്ന ആൾക്കാരാണ്. എന്താ ഒരു തെറ്റ് പറ്റി, ആ തെറ്റ് തിരുത്തിക്കൂടെ? ഏത് തെറ്റും തിരുത്താവില്ല. അതിനല്ലേ മറ്റേ സുപ്രീം കോടതിയും മറ്റേ എന്താണ് ജഡ്ജ് മറ്റേ അദ്ദേഹത്തെ പ്രസിഡന്റൊക്കെ അവന് മാപ്പ് കൊടുത്ത് വെറുതെ വിടാറില്ല. അവൻ നന്നാകാറില്ല. ആ ഒരു കാലത്തിലും ആ ഒരു രാഷ്ട്രത്തിലും അല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ എന്താ പരസ്പരമായിട്ട് എന്ത് സ്പർദ്ധയാണ് ഉള്ളത്? പറഞ്ഞുണ്ടാക്കുന്ന ചില തീവ്രവാദികളുണ്ട്, അല്ലാതെ ഒരു തീവ്രവാദവും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ട്. മുസ്ലിംസിൻ്റെ തീവ്രവാദികളുണ്ട്, ഹിന്ദുക്കളുടെ തീവ്രവാദികളുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ തീവ്രവാദികളുണ്ട്. അതൊരു ഭാഗം. അതിനെ നമ്മൾ ഉന്മൂലനം ചെയ്യണം. നമ്മൾ ഒന്നിച്ച് നിൽക്കണം അതിന്. അവിടെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനല്ല വേണ്ട. ഇവിടെ ചെയ്യുന്നതൊക്കെ അതൊക്കെ തന്നെ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി തീവ്രവാദമാണ്. അവർ തീവ്രവാദം ഒരിക്കലും പറയുന്നില്ല. അവർ മറ്റവരോട് സഹകരിച്ച് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മുസ്ലിംസ് എല്ലാം തീവ്രവാദികളാണ്. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല, പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിംസുമാണ്. അങ്ങനെ അബദ്ധം പറ്റിപ്പോയി. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല, പക്ഷേ തീവ്രവാദികളെല്ലാം മുസ്ലിംസുമാണ്. അതാണ് ഈ പറ്റിയ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങൊരു ചിന്ത വേണം. ഒരു അബദ്ധം പറ്റി അത് പരസ്പരം സ്നേഹിക്കുക. ഞങ്ങൾ ബാക്കിയെല്ലാം ശ്രമിച്ചല്ലോ. അന്ന് ആ മീറ്റിംഗ് കൂടിയപ്പോഴുള്ള സംഭവങ്ങളാണ്. മറ്റു ഞങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ വരെ അതിനെ ന്യായീകരിച്ചപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. ആ വിശ്വാസ പ്രമേയം തെറ്റാ, അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കൊണ്ടുവന്ന് ഉടനെ ഒരു വിശ്വാസ പ്രമേയം കൊണ്ട് പാസ്സാക്കാൻ പറ്റത്തില്ല. അത് നേരത്തെ എഴുതി ഒപ്പിടിയിച്ച് ഇത്ര പേരെ കൊണ്ട് ഒപ്പിടിയിച്ച് നേരത്തെ കൊടുത്ത് അത് അംഗീകാരം മേടിച്ചു. ഒരു ദിവസം ഫിക്സ് ചെയ്താണ് ആ വിശ്വാസ പ്രമേയം കൊണ്ട് അസംബ്ലിയിലായാലും പാർലമെന്റിലായാലും നിങ്ങൾ കാണുന്നല്ലേ. ഇത് കൊണ്ടുവന്ന് ഒരാളിങ്ങോട്ട് വന്ന് ആരെ കൊണ്ടൊക്കെ ഒപ്പിടിച്ചെന്ന് ഒപ്പിട്ടാരെന്ന് പറഞ്ഞ് സഹകരണന്മാരില്ലയോ, ആരെ കൊല്ലാനൊന്നും അല്ല, എല്ലാവരും ഒപ്പിട്ട്. ഞാൻ ഒപ്പിട്ട് കൊടുത്താളാ, ഞാനൊന്നും വായിച്ചില്ല, ഒപ്പിട്ട് കൊടുത്ത്. പിന്നല്ലേ അറിയുന്നത് എന്താ അവിശ്വാസ പ്രമേയം ഒരു വാക്കേ ഇല്ല. കുറച്ച് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. ആ ഡിമാൻഡുകൾ ന്യായമായിരുന്നു, ന്യായമാണ്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇത് അവിശ്വാസ പ്രമേയമാണ്, ചർച്ച ചെയ്തേ പറ്റത്തുള്ളൂ. യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യണമെന്ന് ഏത് രാജ്യത്തെ റൂളാണ്, എന്ത് നിയമമാണ്? അതൊന്നും ശരിയല്ല, ശരിയായ പ്രവണതയല്ല. പക്ഷെ നമ്മളതും ഇവരുടെ ചില വികലമായ ചിന്തകളെന്ന് വിചാരിച്ച് നമ്മൾ വിടുക. അത് ഇത് നിലനിൽക്കണ്ടേ. അടിച്ചുടയ്ക്കാൻ ആർക്കും വേണമെന്ന് സാധിക്കും, പക്ഷെ പടുത്തുയർത്താനാണ് സാധ്യമല്ലാത്തത്. ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സാറ് പറഞ്ഞത് വെച്ചിട്ട് ടീനി ടോമും മൻസബയും തമ്മിൽ അത്തരത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചക്കരയും തേങ്ങയായിരുന്നു. ഭയങ്കരമായ ഫ്രണ്ട്ഷിപ്പായിരുന്നു. ആ ഒരു ഒന്നിച്ച് ഒരു ഭരണസമിതി ഇരുന്ന ആൾക്കാരല്ലേ മുമ്പും ഉണ്ടായിരുന്നു. ടീനി ടോം അമ്മ ഉണ്ടല്ലോ, അൻസിബായി ഉണ്ട്. കാര്യം അൻസിബ നല്ല കുട്ടിയാണ്, നല്ല പ്രവർത്തിക്കുന്ന കുട്ടിയാണ്. ടീനി ടോമും അതുപോലെ തന്നെ. അപ്പൊ അവർ തമ്മിൽ അങ്ങനെ ഒരു ഐക്യത്തിൽ ഇരിക്കുമ്പോൾ ഒരു ആക്ക് വീണേന്റെ പേര് കയറി പിടിച്ച് അത് പിന്നെ അതിന് സപ്പോർട്ട് ചെയ്ത്. ഞാൻ പറയില്ലേ, മന്ധരകളും ശകുനിമാരുമാണ് ഈ അമ്മയെ ഇത്തരത്തിലാക്കിയത്. ഈ ഒരു പ്രശ്നം തുടങ്ങിയത് ഒരു അമ്പല കമ്മിറ്റിയെ ചൊല്ലിയാണല്ലോ. അവിടെ ഈ തർക്കങ്ങളെല്ലാം തുടങ്ങിയത് ഒരു അമ്പല കമ്മിറ്റിയിൽ നിന്ന് ഡൊണേഷൻ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ചൊല്ലിയിട്ടായിരുന്നല്ലോ. സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരത്തിൽ നമ്മൾ അമ്മ എന്ന് പറയുന്ന ഒരു ചാരിറ്റി നടത്തുന്ന ഒരു സംഘടന, അങ്ങനെ ഒരു മതം പറയുന്ന ഒരു ഇത് ഇപ്പൊ അമ്പലമായിക്കോട്ടെ അല്ലെങ്കിൽ പള്ളി ആയിക്കോട്ടെ എവിടെ നിന്നാണെങ്കിലും അതിനൊരു ഡൊണേഷൻ സ്വീകരിക്കുന്നതിനോട് സാറിന്റെ ഒരു അഭിപ്രായം? മേടിച്ചത് കൊണ്ട് എന്താ തെറ്റ്? ഈ അമ്പല കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്നോ അല്ലെ ഒരു മുസ്ലിം പള്ളിയിൽ നിന്നോ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നോ ഒരു സംഭാവന മേടിക്കുന്നുണ്ട് എന്താ തെറ്റ്? ആരെങ്കിലും നിർബന്ധിച്ച് മേടിച്ചല്ലോ. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓണാഘോഷത്തിന് അല്ലെങ്കിൽ പറഞ്ഞത് ഞങ്ങൾക്ക് എന്താ ഒരു സംഭാവന തരണമെന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇത്ര രൂപ തരാം. വേണ്ടെന്ന് ആരെങ്കിലും പറയത്തില്ല. ആ എമൗണ്ട് തന്നു, അതെല്ലാം കിട്ടിയിട്ടില്ല. അത് പിന്നൊക്കെ അതൊക്കെ പിന്നെ അറിയുന്ന കാര്യങ്ങളാണ്. അത് തെറ്റെന്ന് ഇവിടെയാ തെറ്റ്? എനിക്ക് ഞങ്ങളുടെ അഭിപ്രായത്തിൽ തെറ്റൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരും തരുന്ന ആ തെറ്റ്. തരുന്ന ആൾ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ആരും നോക്കാറില്ല. ഈ ഇതുവരെയുള്ള കാലങ്ങളിൽ സംഭാവനയും ഈ സ്പോൺസർ ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദുവോ ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ആയിരിക്കുമല്ലോ. അവർ ജാതി നോക്കി അവരുടെ പേര് നോക്കി ജാതിയുടെ വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വേറെ ആളുകളെ ഒപ്പിക്കണം, വിദേശികളെ ഒപ്പിക്കണം. ഞാൻ പറയാൻ തെറ്റുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ഒരു പിന്നെ ക്രിസ്ത്യാനിയോ ആയിരിക്കും തരുന്നത്. അപ്പൊ അതിലെന്താ ഉച്ചയിട്ട് ഞാൻ തെറ്റ് കാണുന്നില്ല. പക്ഷെ അതില് അങ്ങനെ അതൊരു പ്രൊമോഷൻ പോലെ, അമ്പലത്തിനൊരു പ്രൊമോഷൻ പോലെ വരുന്നു എന്നാണ്. സ്വാഭാവികമല്ലേ. നമ്മളിപ്പോ ഏഷ്യാനെറ്റ് ഒരു പരിപാടിക്ക് നമുക്ക് ഒരു സ്പോൺസർ ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റിന്റെ പ്രൊമോഷൻ കാണിക്കണ്ടേ? മനോരമ ഞങ്ങളുടെ ഒരുപാട് പ്രോഗ്രാം എടുത്തു. മനോരമ കാണിക്കാതെ പിന്നെ വേറെ റിപ്പോർട്ടറെ കാണിച്ചാൽ മതിയോ? അപ്പൊ അമ്പലത്തിന്റെ പ്രൊമോഷൻ കാണിക്കുന്നത് അവർ പൈസ തരുമ്പോൾ അവർ പ്രൊമോഷൻ വേണ്ട, പിന്നെ അവരെന്തിനാ തരുന്നത്?
ഇതൊക്കെ വിഡ്ഢി ചോദ്യങ്ങളാ. കാര്യം അവർ തരുന്നത് അവർക്കൊരു പ്രൊമോഷന് വേണ്ടി. അതിനെന്താ തെറ്റ്? അത് അങ്ങനെ പരാതി ഉള്ളവർ അവരുടെ ഒരു പള്ളിയിൽ നിന്ന് തരട്ടെ, പ്രശ്നം തീർന്നല്ലോ. ഒരു മോസ്കിൽ നിന്ന് തരട്ടെ, ഭീമാ പള്ളിയുണ്ട്, അല്ലെ വെട്ടുകാട് പള്ളിയുണ്ട്, അവരിവിടുത്തെ വലിയ വലിയ പള്ളികളുണ്ട്, അവർ തരട്ടെ, പ്രശ്നം പരിഹരിക്കാമല്ലോ. അത് പറ്റത്തുമില്ല. ഇങ്ങനെ എടുത്ത് കൊടുക്കുക, അതിനെ വിമർശിക്കുകയും ചെയ്യുന്നത് അത് ശരിയാണ്. ശരിക്കും ഇപ്പൊ ഈ ഒരു പ്രശ്നം നടന്നതില് സാർ ആരുടെ ഭാഗത്താ? ഇവിടെ പക്ഷമൊന്നുമില്ല കുട്ടി. ഇതിനെ പക്ഷം ചേരേണ്ട ഭാഗത്ത് ഇവിടെ ഒരു പക്ഷവുമില്ല. എനിക്ക് പിന്നെ അൻസിബയുടെ ആ ഒരു വാദത്തോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു മുസ്ലിം ഒരു ഹിന്ദു ദേവാലയത്തിൽ നിന്ന് അവർ ഇത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ അവരുടെ പ്രൊമോഷൻ ഉദ്ദേശം കൊണ്ടായിരിക്കാം. അത് മേടിക്കുന്നുണ്ട്, എന്താ തെറ്റ്? കാര്യം ഇതിൻ്റെ ഭാരവാഹിക്ക് പിന്നെ നമ്മുടെ ശ്വേതയ്ക്ക് പരിപാടി വിജയിപ്പിടാൻ അതിന് പൈസ വേണം, അവനത് തരാമെന്ന് പറഞ്ഞു. അതിന് എന്താ തെറ്റ്? പക്ഷെ ഈ പൈസയെ ചൊല്ലി ഭയങ്കര പൈസയുടെ ക്രമക്കേട് വന്നതിന്റെ ഒരു സോഴ്സ് കാണിക്കുന്നില്ല, കണക്കുകൾ ശരിയല്ല, ജനറൽ മീറ്റിംഗിൽ പോലും കണക്കുകൾ ശരിയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അപാകതയുമില്ല. കാര്യം ഇതുവരെ കണക്ക് വന്നിട്ടില്ല. കണക്ക് അവതരിപ്പിക്കാത്തൊരു കണക്കിൽ അപാകതയുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? റിപ്പോർട്ട് അവതരിപ്പിച്ചില്ല. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രഷറർ പിന്നെ അമേരിക്കയിലും കണ്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം ഇവരുമായിട്ടൊന്ന് സഹകരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ചില സ്വാഭാവികമല്ലേ, ഒരു 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 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത് കടം ഫൈനാൻസ് മിനിസ്റ്ററിൽ എന്ത് ചെയ്യുന്നത്? അല്ലെ ആർക്കും ചാർജ് കൊടുക്കണം. ഇയാൾ ചാർജും കൊടുത്തിട്ടില്ല, വേറെ അയാളുടെ താരി അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ പറ്റിയ അപാകതകൾ അത് ശരിയായിക്കൊണ്ടിരിക്കുക. പിന്നെ അവർ ചോദിച്ചില്ലേ കുട്ടി, ഞങ്ങളെ ഒന്ന് അനുവദിക്കൂ, ഞങ്ങൾ 45 ദിവസം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ട്, അപാകതകൾ പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ശരിയാക്കാം, 45 ദിവസം നിങ്ങളൊന്ന് അനുവദിച്ചു തരൂ, ഞങ്ങൾ കണക്ക് ശരിയാക്കാം, റിപ്പോർട്ട് അവതരിപ്പിക്കാം എന്നൊക്കെ അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ, സഹോദരിമാരല്ലേ, അവരൊന്ന് കേണപേക്ഷിച്ച് പ്ലീസ് പ്ലീസ് എന്ന് ആ കുട്ടി വിളിച്ചു ചോദിച്ചിട്ട് അതെന്തേ കേൾക്കാനുള്ള സഹിഷ്ണുത ഇവർക്കില്ലാത്ത? അതെനിക്ക് മനസ്സിലാകാത്തതാ. അത്രയും ദയനീയമായി ശ്വേത ചേച്ചി അവിടെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ആരോപണം ഉന്നയിച്ചു, വലിയൊരു ആരോപണം. ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് നെഞ്ച് ഉരി ആ കുട്ടി ഇറങ്ങിപ്പോയത്. ഞാൻ എനിക്കായില്ലെന്ന് പറയാം. അത് അപ്പം സ്വാഭാവികമായിട്ട് പറഞ്ഞു പോയത്. ഞാൻ ഇനി ഇല്ല, എന്നെ ഇത്രയ്ക്ക് ആക്ഷേപിച്ചാൽ ഞാൻ ഇല്ലെന്ന്. ഞാനൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോയി. ഞാൻ അതിനെ കയറി പിടിച്ചു, രാജിവെച്ചവരിന് വീണ്ടും വരാൻ പാടില്ല. അവർക്ക് വീണ്ടും ഞങ്ങളൊക്കെ പറഞ്ഞു കുട്ടി അങ്ങനെ പോകരുത്, ശാന്തയാവും. ഞാൻ ഉൾപ്പെടെ കയറി പറഞ്ഞതിൻ്റെ വഴി ആ കുട്ടി തിരിച്ചു പോയി. ഉടനെ അതിന് രാജിവെച്ച് പോയാൽ വീണ്ടും വരാൻ പാടില്ല. ഇപ്പം വാരിശമായ എന്ത് പ്രതികരിക്കാനാ? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അറിവുകേട്, തെറ്റ്, ഇത്രയേ ഉള്ളൂ. ഇത്രയും ഓപ്പൺ ആയിട്ട് അഭിപ്രായങ്ങൾ സാർ പറയുമ്പോൾ അത് സാറിന്റെ മുന്നോട്ടുള്ള സിനിമാ ഭാവിയെ അഫക്റ്റ് ചെയ്യുന്നോ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ എപ്പോഴും സാറിന്റെ നിലപാടുകൾ തുറന്നു പറയുന്ന ഒരാളാണ്, അപ്പോൾ അത് എപ്പോഴെങ്കിലും സാറിന്റെ ചാൻസുകൾ എഫക്ട് ചെയ്തിട്ടുണ്ടോ? ആരും എനിക്കൊരു ചാൻസ് തന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരും എനിക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ആരെയും പക്ഷവും പറഞ്ഞിട്ടില്ല, ആർക്കും എതിരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഏതൊക്കെ വേണ്ടി കുക്കുവിന് വേണ്ടി ഞങ്ങൾ സൈഡ് പറയുകയൊന്നുമല്ല. അവരൊന്നും എനിക്ക് ചാൻസ് ഒപ്പിച്ച് ഇടുന്നിട്ടില്ല. എതിര് പറയുന്ന മറ്റേ കക്ഷികൾ ആരാന്ന് ഞാൻ പറയുന്നില്ല, അവരാരും എനിക്ക് ചാൻസ് ഉണ്ടാക്കി ചിലതൊക്കെ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇതിനകത്ത് ഇല്ല. അവരെ എനിക്ക് ചോദിക്കും, ഈ വയസ്സാൻ കാലത്ത് ഇനി എത്ര സമയം, ഇനി കൂടിപ്പോയാൽ 10-25 കൊല്ലം കൂടി ഇരിക്കുന്ന ഞാൻ ഇനി അവരെന്താ ചെയ്യാനാ? അങ്ങനെ പറയാറായിട്ടില്ല. കാരണം സാർ ഒരു സർവൈവർ ആണ്. ഇത്രയും വലിയൊരു അസുഖത്തിൽ നിന്ന് സാർ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്തു. മനക്കരുത്ത് മാത്രമല്ല, ഈശ്വരാനുഗ്രഹം മാത്രമല്ല, എന്റെ ചെയ്തികളുടെ ഫലം കൂടാണ്. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ അമ്മ ഇഷ്യൂ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് ഞങ്ങള് സിനിമാക്കാരെ ഒന്നിച്ച് അതേ ചോദിക്കത്തുള്ളൂ. വേറെ ഈ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അതൊന്നും ആരും ചോദിക്കത്തില്ല. അമ്മ ഇഷ്യൂ ആണോ ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യങ്ങൾ? ഇവിടെ എത്രയോ കാര്യങ്ങൾ നടക്കുന്നു. ഓണക്കാലം വരിക, പട്ടിണി പാവങ്ങൾ ഒരുപാടുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നു, അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ ചോദിക്കാത്ത? ഈ അമ്മ 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 മതം 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 എന്ന് പറഞ്ഞു. ഇല്ല, അതൊക്കെ ചോദ്യങ്ങളുടെ വഴിയേ. കാരണം സാറിനെ പോലെയുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ, അത്രയും സീനിയേഴ്സ് അവിടെ അന്ന് ബോർഡ് മീറ്റിംഗിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അമ്മ സംഘടനകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഞാനാണ് അതെ, അതുകൊണ്ടാണ് ചങ്കൂറ്റം ഉണ്ടായി. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. അല്ല ഞാൻ പ്രതികരിക്കുന്നത്, സാധാരണ അമ്മയിൽ പോയാൽ പ്രതികരിക്കുന്ന ആളല്ല, എപ്പോഴും ശാന്തമായിട്ടിരിക്കും. കാര്യം ഞങ്ങൾക്ക് കൈനീട്ടം മേടിക്കുന്ന ആൾക്കാർ, കൈനീട്ടം മേടിക്കുന്ന ആളുകളെ കൂടുതൽ സംസാരിക്കാൻ പാടില്ല. മാസം 100 മേടിച്ചിരിക്കണമെന്ന് ഒരു 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 നിലവിലുള്ള ഒരു റൂളല്ലാത്ത ഒരു റൂളുണ്ട്. അത് നമ്മൾ മിണ്ടാറില്ല. പക്ഷെ ഇതെന്ത് ചെയ്യും? ഒരു മറ്റു ആൾക്കാർ വന്ന് ഈ സ്ത്രീ പാവപ്പെട്ട ഈ പെൺകുട്ടികളെ ഇട്ടിങ്ങോട്ട് ആക്രമിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ പ്രതികരിച്ചവരെ അവർക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് പറഞ്ഞു. പക്ഷെ എന്നെ അവതരിപ്പിച്ചതില്ല. എന്നെ ചുറ്റും കൂടിയ ആൾക്ക് മൈക്ക് മേടിച്ചു, ഞാൻ അതിനും വിട്ടു, എടുത്ത് പോകട്ടെ. സാറിന്റെ നിന്നാണോ മൈക്ക് തട്ടിപ്പറിച്ച് മേടിച്ചു എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായത്? അത് സാറിന്റെ നിന്നാണ്.
അങ്ങനെ ഉണ്ടാവാൻ എന്നാണ് പറയപ്പെടുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ല. സർ ആ ഒരു സമയത്ത് അവിടെ നിന്ന് അങ്ങനെ ഒരു തർക്കമുണ്ടായോ? എന്താണ് അതിനെ പ്രേരിപ്പിച്ചത് അങ്ങനെ? അറിയാതാണ് ചോദിക്കുന്നത്. അതല്ല, തർക്കങ്ങൾ അത് തർക്കം ഉണ്ടായി. ഉം, ഞാൻ പറഞ്ഞ ഈ അവിശ്വാസ പ്രമേയം നിലനിൽക്കുന്നതല്ല, നിയമപരമല്ല, അതിനെ പോകേണ്ട കാര്യമില്ല പ്രസിഡന്റ് എന്ന് പറഞ്ഞു. ഉം, അപ്പോഴാണ് നിങ്ങളും ആവശ്യം പറഞ്ഞോളൂ ഇവരെ കുറച്ച് പേര് വന്ന് ഉം. പിന്നെ ഇത് നമുക്ക് ഇതെന്താന്ന് വെച്ചാൽ സാർ, നമ്മൾ അവിടുന്ന് ഇവിടുന്ന് നമ്മൾ അതിന്റെ ഉള്ളിൽ ഇല്ലാത്ത ഈ ആളുകളാണ്. കേട്ട് കേൾവികളാണ് അതെ. നമ്മുടെ ഏറ്റവും വലിയ പരാജയവും തോൽവി. അതെ. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യാൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ നമ്മളുടെ അടുത്ത് ഇരിക്കുമ്പോ ഇതിൽ ഒരു കാര്യം മനസ്സിലായത്, അമ്മയിൽ ഇഷ്യൂ വളരെ നിസ്സാരമാണ്. അതെ അതെ. പരസ്പരം ഒരു 2 വാക്ക് സോറി, ഉം, കാഷ്യറെ ഇവിടെ സോറി, പോട്ടറാ, ഉം. ഇവർ എടാ പോട പാർട്ടി വിളിക്കുന്ന ആൾക്കാർ, എടാ പോടായി മടിയെന്നും വിളിക്കുന്ന ആൾക്കാരാ. ഒരു പോട്ടർ ഞാൻ എന്ന് ക്ഷമിച്ചത്. ഇതിനുള്ള ഈ ഒരൊറ്റ വാക്ക് മതി. ക്ഷമ 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 ക്ഷമ. ഒരു വാക്കിൽ ഉം. ആരാദ്യം പറയും ഒരു പാട്ടില്ലേ, ഉം. ആ ആരാദ്യം ഇടേ അങ്ങ് വിട്ടാര്, ഉം. ഒരബദ്ധം പറ്റിയത് പോട്ട് വിട്ടാര്, തീർന്ന്. പക്ഷെ അത് ഞാൻ പറയാൻ പറ്റും, അവളെ പോയി താഴ്ന്നു പോകല്ലേ, അല്ലെ അവൻ്റെ മുമ്പ് ഞാൻ താഴുകയല്ലേ. ഇവിടെ പ്രശ്നം അതാ, അതെ. ആരും താഴത്തില്ല, ആരും മേളിലുമല്ല. ഈ സിനിമയില് നേരത്തെ പറഞ്ഞ പോലെ പവർ ഗ്രൂപ്പ് ഉണ്ടോ ശരിക്കും? നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരു പവർ ബെൽറ്റ് എൻ്റെ ഉണ്ട്. അനുഭവത്തിൽ പവർ ഗ്രൂപ്പ് എന്ന് ഇവർ പറയുന്നത്, ഇവർ അർത്ഥമാക്കുന്ന പറഞ്ഞാൽ ഇവരെ ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന അവർ സീനിയർ ലെവൽ, അവർ വേറൊരു തലത്തിൽ നിൽക്കുന്ന ആളുകൾ. അതെ അതെ. അവരാണ് യഥാർത്ഥ താരങ്ങൾ. ഉം, താരങ്ങളെന്ന് പറഞ്ഞ നക്ഷത്രങ്ങളാണ്. അതെ. അവർ മേളിൽ നിൽക്കുന്ന ആളുകൾ, ജ്വലിച്ച് നിൽക്കുന്ന ആൾക്കാർ. ഉം, നമ്മൾ താഴെയുള്ള ആൾക്കാരാണ്. ഉം, ഒരു സദ്യയിൽ ഒരു സദ്യ വിളമ്പും ഒരു ചോറാണ് ഏറ്റവും വലുത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തോരനോ അവിയലോ 10-32 അതൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ. അപ്പോൾ ഒരു ചോറാണ് ഏറ്റവും വലുത്. അപ്പം അവർക്ക് തമ്മിൽ ചോറുകൾ തമ്മിലൊരു ഇത് വരും. അപ്പം അവർ അത് ഈ കുശുമ്പന്മാരും ഈ ചില മൂത്ത കിളവന്മാരും ഒക്കെയാണ് ഇതിനെ അങ്ങോട്ട് ആക്രമിക്കുന്നത്. പവർ ഗ്രൂപ്പുണ്ട്. എനിക്ക് ഉണ്ടായിരിക്കാം, എനിക്കിതൊരു അനുഭവപ്പെട്ടിട്ടില്ല. ഇല്ല. നമ്മൾ ആ ഒരു തലത്തിൽ ഒരു വട്ടം നിൽക്കാത്ത കാരണമാണ്. എന്നെ ആരും ഒതുക്കാൻ ശ്രമിച്ചിട്ടുമില്ല, ഞാൻ അതിട്ട് പോയിട്ടുമില്ല. നമ്മൾ അങ്ങനെയാണ് കേൾക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ. ഒരു എല്ലായിടത്തും എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു പവർ ഗ്രൂപ്പ്. അതെ അതെ അതെ. ഈ പീഡനങ്ങളെ കുറിച്ച് പറഞ്ഞു, സിനിമാക്കാരുടെ പീഡനത്തിനുള്ള പീഡനം, ബാക്കി എവിടെ പീഡനം ഇല്ലാത്ത. ഒരു വീട്ട് പണിക്ക് നിൽക്കുന്ന ഒരു വേട്ടക്കാരിയെ പീഡിപ്പിക്കാറ്, വീട്ടു ജോലിക്കല്ല, അല്ലാതെ ഒരു വീട് പണിയുമ്പോൾ അവിടെ നിൽക്കുന്ന മൈക്കാടുകാരി പെട്ടെന്ന് ആദ്യം മേശരി പീഡിപ്പിക്കാൻ ശ്രമിക്കും. പീഡിപ്പിക്കാൻ ഇഷ്ടത്തോടുകൂടി ചെയ്യും. പിന്നെ കോൺട്രാക്ട് നോക്കും, പിന്നെ മുതലാളി നോക്കും. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇഷ്യൂ ആയാൽ അല്ലാതെ ഇഷ്യൂ ഇല്ലെങ്കിൽ ആരും അറിയത്തുമില്ല.